വേഷപ്പകർച്ചകളിലൂടെയും വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങളിലൂടെയും നമ്മുടെ ഇഷ്ടതാരങ്ങളായി മാറിയ നടന്മാരുടെ പ്രതിഫലം എത്രയായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുള്ളവരായിരിക്കും സിനിമാ പ്രേമികൾ. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന താരങ്ങളും അവരുടെ പ്രതിഫലവും. മോഹൻലാൽ. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന താരമാണ് മോഹൻലാൽ. 2.25 കോടി മുതൽ 3 കോടി രൂപ വരെയാണ് ഒരു മലയാള ചിത്രത്തിന് മോഹൻലാലിന്റെ പ്രതിഫലം. കൂടാതെ ജനതാ ഗ്യാരേജ് എന്ന പുതിയ തെലുങ്ക് ചിത്രത്തിൽ മോഹൻലാലിന്റെ പ്രതിഫലം 5,50,00,000 രൂപയാണെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മമ്മൂട്ടി. മോഹൻലാൽ കഴിഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന താരമാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി. 2 കോടി മുതൽ 2.25 കോടി രൂപ വരെയാണ് മമ്മൂട്ടിയുടെ പ്രതിഫലം. ആഷിഖ് കപൂർ ചിത്രം ഗ്യാങ്സ്റ്ററിന് വേണ്ടി മമ്മൂട്ടി 3 കോടി രൂപ പ്രതിഫലം വാങ്ങിയെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ദിലീപ്. 1,75,00,000 രൂപ മുതൽ 2,55,00,000 രൂപ വരെയാണ് ഒരു ചിത്രത്തിന് ദിലീപിന്റെ പ്രതിഫലം. കൂടാതെ മായാമോഹിനി എന്ന ചിത്രത്തിൽ 3 കോടി രൂപയായിരുന്നു ദിലീപിന്റെ പ്രതിഫലം. ചിത്രത്തിന്റെ എറണാകുളം ജില്ലയിലെ കളക്ഷനായിരുന്നു താരത്തിന്റെ പ്രതിഫലം. ചിത്രത്തിന് ഉയർന്ന കളക്ഷൻ ലഭിച്ചത് ദിലീപിന്റെ മികച്ച പ്രതിഫലം ലഭിക്കാൻ കാരണമായി. പൃഥ്വിരാജ്. യുവതാരങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്നത് പൃഥ്വിരാജാണ്. 1,35,00,000 രൂപ മുതൽ 1,60,00,000 രൂപ വരെയാണ് പൃഥ്വിയുടെ ഒരു മലയാളം ചിത്രത്തിന്റെ പ്രതിഫലം. എന്നാൽ തുടർച്ചയായ വൻ വിജയങ്ങളും തന്റെ ചിത്രങ്ങൾക്ക് ലഭിക്കുന്ന മികച്ച പ്രതികരണവും കണക്കിലാക്കി താരം തന്റെ പ്രതിഫലം ഉയർത്തിയെന്നും വാർത്തകളുണ്ട്. കൂടാതെ ബ്രഹ്മാണ്ഡ ചിത്രം കർണന് വേണ്ടിയുള്ള പൃഥ്വിയുടെ പ്രതിഫലം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ദുൽഖർ സൽമാൻ. ഇപ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും തിരക്കേറിയ താരമാണ് ദുൽഖർ. 70 ലക്ഷം രൂപയായിരുന്നു ദുൽഖറിന്റെ പ്രതിഫലം. എന്നാൽ ദുൽഖറിന്റെ ചിത്രങ്ങൾക്ക് ലഭിക്കുന്ന മികച്ച പ്രതികരണവും തുടരെയുള്ള വിജയങ്ങളും താരത്തിന്റെ പ്രതിഫലം ഉയർത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട്. നിവിൻ പോളി. 45 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെയായിരുന്നു നിവിൻ പോളിയുടെ പ്രതിഫലം. എന്നാൽ പ്രേമം, ആക്ഷൻ ഹീറോ ബിജു, ജേക്കബിന്റെ സ്വർഗരാജ്യം തുടങ്ങിയ ചിത്രങ്ങളിലെ വിജയം നിവിൻ പോളിയുടെ പ്രതിഫലം ഉയർത്തിയെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കൂടാതെ ഒരു തമിഴ് ചിത്രത്തിനു വേണ്ടി നിവിൻ 6 കോടി രൂപ പ്രതിഫലം വാങ്ങുന്നുവെന്നും വാർത്തകളുണ്ടായിരുന്നു. ഒരു മലയാളി നടൻ ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന പ്രതിഫലമായിരിക്കും ഇത്. ഫഹദ് ഫാസിൽ. മലയാള സിനിമയിലെ യുവനായകന്മാരിൽ ശ്രദ്ധേയമായ സാന്നിധ്യമാണ് ഫഹദ് ഫാസിൽ. തുടർച്ചയായ പരാജയങ്ങളിലൂടെ നഷ്ടപ്പെട്ടുപോയ തന്റെ മാർക്കറ്റ് വാല്യൂ മഹേഷിന്റെ പ്രതികാരത്തിലൂടെ തിരിച്ചുപിടിക്കാൻ താരത്തിന് സാധിച്ചു. 80 ലക്ഷം രൂപ വരെയാണ് താരത്തിന്റെ പ്രതിഫലം. ജയറാം. ഒരു കാലത്ത് മലയാളത്തിലെ ഏറ്റവും വിലയേറിയ താരങ്ങളിൽ ഒരാളായിരുന്നു ജയറാം. ഇപ്പോൾ ഒരു ചിത്രത്തിന് 50 ലക്ഷം രൂപ മുതൽ 60 ലക്ഷം രൂപ വരെയാണ് താരത്തിന്റെ പ്രതിഫലം. ജയസൂര്യ. 50 ലക്ഷം രൂപയാണ് ഒരു ചിത്രത്തിനായി ജയസൂര്യ വാങ്ങുന്നത്. താരം കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ചിത്രങ്ങളിലെ പ്രതിഫലമാണിത്. പുണ്യാളൻ അഗർബത്തീസ് എന്ന ചിത്രത്തിലൂടെ ജയസൂര്യ നിർമ്മാതാവുകയും ചെയ്തിരുന്നു. കുഞ്ചാക്കോ ബോബൻ. മലയാള സിനിമയിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തിയ താരമാണ് കുഞ്ചാക്കോ ബോബൻ. തിരിച്ചുവരവിൽ ലഭിച്ച തുടർച്ചയായ വിജയ ചിത്രങ്ങൾ കുഞ്ചാക്കോ ബോബന്റെ മാർക്കറ്റ് ഉയർത്തി. 90 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെയാണ് താരം ഒരു ചിത്രത്തിന് കൈപ്പറ്റുന്നത്.